ജനകീയ പ്രതിഷേധത്തെ തുടർന്ന് പാതി വഴിയിൽ ഉപേക്ഷിച്ച കോഴിക്കോട് കോതി ആവിക്കൽത്തോട് ശുചിമുറി മാലിന്യ സംസ്കരണ പ്ലാന്റ് പദ്ധതികളുടെ റീടെൻഡർ നടപടികളിലേക്ക് കടന്ന് കോർപ്പറേഷൻ. നിർമ്മാണ പ്രവൃത്തികൾക്കുള്ള റീടെൻഡർ അനുമതിക്കായി നടപടി തുടങ്ങിയതായി മേയർ ബീന ഫിലിപ്പ് അറിയിച്ചു. പദ്ധതിയുമായി വീണ്ടും വന്നാൽ സമരം ശക്തമാക്കുമെന്ന് കോതി ആവിക്കൽത്തോട് സമരസമിതികൾ വ്യക്തമാക്കി. അമൃത് പദ്ധതിയുടെ ഭാഗമായാണ് ശുചിമുറി മാലിന്യങ്ങൾ സംസ്കരിക്കുന്നതിനുള്ള പ്ലാന്റ് നിർമ്മിക്കാനുള്ള നടപടികൾ കോർപ്പറേഷൻ ആരംഭിച്ചത്. ശക്തമായ ജനകീയ പ്രതിഷേധത്തിനൊപ്പം കോടതി ഇടപെടൽ കൂടി എത്തിയതോടെ പദ്ധതികൾ പാതി വഴിയിൽ അവസാനിപ്പിച്ചു. കരാർ തുക കൂട്ടണമെന്നാവശ്യപ്പെട്ട് നിർമ്മാണ കമ്പനി കഴിഞ്ഞ ദിവസം കോർപ്പറേഷനെ സമീപിച്ചു. പിന്നാലെ വീണ്ടും ടെൻഡർ നടപടികൾ ആരംഭിച്ചതോടെ പദ്ധതിക്ക് ജീവൻ വെച്ചിരിക്കുകയാണ്. 5 കൊല്ലം മുമ്പല്ലേ നമ്മൾ തുടങ്ങിയത്. അന്നത്തെ റേറ്റ് മതിയാവില്ലല്ലോ ഇന്ന് ആ പണി പൂർത്തിയാക്കാൻ. ഒരു ടെൻഡർ അന്നെടുത്ത ആൾ പറയണം അയാൾ ആ റേറ്റിന് തന്നെ അയാൾ റെഡിയാണെന്ന് പറയുന്നുണ്ട്. ബാക്കിയുള്ളതിൻ്റെയാണ് ഇപ്പോൾ ടെൻഡർ നടപടിയിലേക്ക് നമ്മൾ പോകുന്നത്. അതായത് പ്ലാന്റ് നിർമ്മാണവുമുണ്ട്. നെറ്റ്വർക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വീടുകളിൽ നിന്ന് എന്ത് കണക്ഷൻ ഇങ്ങനെ എടുത്തെടുത്ത് പോകുന്നതാണ് നെറ്റ്വർക്ക്. അപ്പോൾ ഇതിനകത്ത് ഈ വർക്കിനും ബാക്കി 3 വർക്കിനും നമുക്ക് എന്ത് കൊടുക്കേണ്ടതുണ്ട്? പുതിയ ടെൻഡർ വിളിക്കണം. കാരണം റിവൈസ്ഡ് ഇതിനകത്തേക്ക് വരണ്ടേ. അത് അങ്ങനെ വിളിക്കേണ്ട ആവശ്യമുണ്ട് ഇത് നിന്ന് പോയതുകൊണ്ട്. പക്ഷേ ഞങ്ങൾ അന്നത്തെ സമയത്ത് നമ്മൾ കൃത്യമായി പറഞ്ഞതുകൊണ്ട് ഈ ഒന്നാമത്തെ അമൃതിൽ നടക്കാതിരുന്ന കാര്യങ്ങൾക്ക് രണ്ടാമത്തെ അമൃതിൽ നടത്താനുള്ള അനുവാദം കിട്ടിയതുകൊണ്ടാണ് നമുക്ക് ചെയ്യാൻ പറ്റുന്നത്. ഇതൊക്കെ സ്റ്റേറ്റിൽ ലെവലിൽ ഒരു ഹൈ പവർ കമ്മിറ്റി ഉണ്ട്, സ്റ്റിയറിംഗ് കമ്മിറ്റി. അവരാദ്യം തീരുമാനിക്കണം. എന്നിട്ട് അവർ റെക്കമെൻഡ് ചെയ്തിട്ട് എങ്ങോട്ട് അയക്കണം? സെൻട്രൽ ആയിട്ടുള്ള അമൃത് കമ്മിറ്റിക്ക് പോയിട്ട് അവിടുന്ന് അപ്രൂവൽ ചെയ്താൽ മാത്രമേ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, നമുക്ക് സ്വീകരിക്കാൻ പറ്റൂ. ജനവാസ മേഖലയിൽ പദ്ധതി നടപ്പിലാക്കാൻ അനുവദിക്കില്ലെന്ന് ആവിക്കത്തോട് സമരസമിതി ആവർത്തിച്ചു. ശക്തമായ പ്രക്ഷോഭത്തിലേക്ക് ജനങ്ങൾ വീണ്ടും കടക്കും. കോഴിക്കോട് കോർപ്പറേഷന്റെ മേയർ ബീന ഫിലിപ്പ് ഇതിന്റെ കുറച്ചു മുമ്പ് നമ്മുടെ ആവിക്കത്തോട് സമരസമിതി ഇവിടെ മറ്റൊരു പരിപാടിയിലേക്ക് വന്നപ്പോൾ ഇവിടെ കൊണ്ടുവന്നിരുന്നു. അപ്പൊ അന്ന് മേയർ പറഞ്ഞത് ഈ പദ്ധതി ഞങ്ങൾ ഉപേക്ഷിച്ചാണ്. ഈ ജനങ്ങളെ ഉപദ്രവിച്ചിട്ട് ജനങ്ങളെ പ്രയാസപ്പെടുത്തിയിട്ട് ഈ പദ്ധതിയായിട്ട് മുമ്പോട്ട് പോകാൻ കോഴിക്കോട് കോർപ്പറേഷൻ ആഗ്രഹിക്കുന്നില്ല എന്ന് പറഞ്ഞ മേയർ ഇപ്പം മേയർ കൌൺസിൽ പാർട്ടി തീരുമാനിക്കുകയും റീടെൻഡറിന് പോകാനും തീരുമാനിച്ചു. ഏത് ടെൻഡറിന് പോയാലും ശരി ഈ ആവിക്കൽത്തോട്ടിലെ ജനങ്ങൾ ഇവിടെ ഈ സീവേജ് ട്രീറ്റ്മെന്റ് പ്ലാന്റ് അനുവദിക്കില്ല ഒരു കാരണവശാലും. കാരണം ഞങ്ങൾ ഈ സമരം തുടങ്ങുന്ന ആ സമയത്ത് ഞങ്ങൾ പറഞ്ഞൊരു വാക്കുണ്ട്. കാരണം ഇത് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ആയിരക്കണക്കിന് ജനങ്ങൾ തിങ്ങി താമസിക്കുന്ന ഒരു ഏരിയയാണ്. ഇവിടെ വന്നിട്ട് ഒരു ട്രീറ്റ്മെന്റ് പ്ലാന്റ് സ്ഥാപിക്കരുത്. കോഴിക്കോട് കോർപ്പറേഷൻ ഒരുപാട് സ്ഥലങ്ങൾ കാലിയായി കിടക്കുന്ന സ്ഥലങ്ങളുണ്ട് കോഴിക്കോട് കോർപ്പറേഷൻ അധീനത്തിലുള്ള. അവിടെ കൊണ്ടുപോയി സ്ഥാപിച്ചിട്ട് ഈ ജനങ്ങളെ രക്ഷപ്പെടുത്തണമെന്ന് പറഞ്ഞാണ്. ഏത് ടെൻഡർ റീടെൻഡർ പോയാലും ശരി, ഏത് സർക്കാർ ഇതുവരെ കൊണ്ടുവന്നാലും ഇവിടുത്തെ ആവിക്കത്തോട്ടിൽ സ്ഥാപിക്കാൻ ഇവിടുത്തെ ജനങ്ങൾ സമ്മതിക്കില്ല. 2026 അമൃത് പദ്ധതി 2ന്റെ കാലാവധി പൂർത്തിയാവും. അതിനു മുമ്പ് 2 പദ്ധതികളും പൂർത്തിയാക്കാനാണ് കോർപ്പറേഷൻ ലക്ഷ്യമിടുന്നത്.